عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا. സ്നേഹമുള്ളവരെ, സൂറത്തു തഹ്രീമിലെ പലർക്കും മനഃപ്പാടമുള്ള ഒരായത്തിൻ്റെ ഭാഗമാണ് ഓതി വച്ചിട്ടുള്ളത്. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് റബ്ബ് പറയുന്നതാണ്, ഏ വിശ്വാസികളെ, ഖൂ അൻഫുസക്കും വഅഹ്ലീക്കും നാറൻ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളെയും നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. സ്വർഗ നരകങ്ങളിൽ വിശ്വാസവും അത് നേടിയെടുക്കാനും അകന്നു നിൽക്കാനുമുള്ള പ്രവർത്തനമാണ് മതകീയ ജീവിതത്തിൻ്റെ ഒരു ഭാഗം. സ്വർഗം നേടിയെടുക്കാനും നരകത്തിൽ ഉൾപ്പെടാതിരിക്കാനുമുള്ള പ്രവർത്തനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നരകത്തിൽ നിന്ന് അകറ്റുന്നതായ പ്രവർത്തനങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് സ്വർഗത്തിലേക്കുള്ള വഴികളെന്ന് ഇപ്പോൾ ഈ ആയത്തിൻ്റെ ആശയങ്ങൾ ചിന്തിക്കാനുണ്ടായൊരു കാരണം, ഇപ്പോൾ നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവധി കാലമാണിപ്പോൾ. SSLC, +2, +1, +2 പരീക്ഷ കഴിഞ്ഞു. ഏതാണ്ട് ഈ 10 മാസക്കാലം ചൂടിനെ പരിഗണിക്കാതെ ട്യൂഷനുകളും അസൈൻമെൻറ്റുകളും പ്രോജക്റ്റുകളും ഇങ്ങനെ തുടങ്ങിയിട്ട് കുട്ടികൾ പഠനത്തിൻ്റെ തിരക്കിലും ബഹളത്തിലുമായിരുന്നു, ഒഴിവില്ലാത്ത ട്യൂഷനുകൾ. അപ്പോൾ പരീക്ഷ കഴിയുമ്പോൾ സ്വാഭാവികമായും കുട്ടികൾക്കൊരു ഉല്ലാസവും ആനന്ദവും ആവശ്യമാണ്. എങ്കിലേ ഇനി പുതിയ പഠന മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ അവർക്ക് മാനസികമായി ഒരു താല്പര്യം ജനിക്കുകയുള്ളൂ. പക്ഷെ അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഈ പ്രാവശ്യത്തെ അവസാനത്തെ പരീക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മൾ ചറപറ വീഡിയോ പലതും പറക്കുന്ന കൂട്ടത്തിലൊന്ന് യൂണിഫോം വലിച്ച് ചീന്തി സ്കൂൾ ബാഗിലൊക്കെ റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞ്, അതുപോലെ എന്ന് പറഞ്ഞാൽ ഇനി ഈ ഇത്രയും കാലം പഠിച്ചതിന് പ്രതികാരം ചെയ്യുന്ന രൂപത്തിൽ റോഡിൻ്റെ നിയമങ്ങളൊക്കെ തെറ്റിച്ച് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് ഈ 10 കൊല്ലം അല്ലെങ്കിൽ 12 കൊല്ലം പഠിച്ചത് ഒരു പൗരബോധവും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, മാനവികതയ്ക്ക് തടസ്സം നിൽക്കുന്ന രൂപത്തിലായിത്തീർന്നു എന്നുള്ളതാണ്. എല്ലാ സ്കൂളിൻ്റെ വരാന്തകളിലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആളുകളെ വിളിച്ചു വരുത്തുകയും രക്ഷിതാക്കളുടെ അകമ്പടിയായി അവരെ വിളിച്ചു വരുത്തുകയൊക്കെ ചെയ്തുകൊണ്ടാണ് പല സ്ഥാപനങ്ങളും അവസാനത്തെ ദിവസം കുട്ടികളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. പിന്നെ അത് മാത്രമല്ല, അത് കഴിഞ്ഞാൽ ഈ അവധിക്ക് എന്ത് ചെയ്യണമെന്ന് ഏറെക്കുറെ കുടുംബത്തിലൊക്കെ തീരുമാനമുണ്ട്. പണ്ടിപ്പോൾ നമ്മളെയൊക്കെ നാട്ടിൽ ടൂറ് പോവുക, കുടുംബസമേതം എന്ന് പറഞ്ഞാൽ ഊട്ടിക്കോ അതല്ലെങ്കിൽ മറ്റു വല്ല സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് പോകുന്നതിനാണ് ടൂറ് എന്നൊക്കെ പറഞ്ഞിരുന്നത്. ഇപ്പം മലേഷ്യ, സിംഗപ്പൂർ ഒന്നും അല്ലെങ്കിൽ ടൂറേ ആവില്ല. ചെറിയ ഇപ്പം നമ്മളൊരു മൂന്നാറിലേക്ക് പോവുക അല്ലെങ്കിൽ ഊട്ടിയിലേക്ക് പോവുക എന്ന് പറഞ്ഞ ആളുകൾക്ക് താല്പര്യം തന്നെയല്ലോ. ആർക്കിപ്പോൾ എന്ത്, ഇപ്പം ചുരുങ്ങിയത് ഒരു ദുബായിക്കെങ്കിലും പോവണം. അപ്പോഴേ ഒരു ടൂറായി ആളുകൾക്ക് കാണാനും ഉൾക്കൊള്ളാനും കഴിയുന്നൊരു കാലം. വലിയ സംഖ്യകളൊക്കെ ചെലവഴിച്ച് അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണോ, ഏതോ റിസോർട്ടിലൊക്കെ പോയിട്ട് 2-3 ദിവസം അർമാദിച്ച്
ജീവിക്കണം. ഇപ്പം നമ്മുടെ നാട്ടിൽ കാണുന്ന കാഴ്ചയാണ്. അതിലെന്താ നിങ്ങൾ, ഒരു ബസ് നിറച്ച ആളുകൾ പോവാൻ, ഏട്ടൻ്റെയും അനുജൻ്റെയും മക്കള്, സഹോദരൻ്റെയും സഹോദരൻ്റെയും മക്കള്, എല്ലാവരും കൂടി പോയിട്ട് റിസോർട്ട് എടുത്തിട്ട് ആണും പെണ്ണും വ്യത്യാസമില്ലാതെ കുളത്ത് ചാടുക. നിങ്ങൾ ചോദിക്കും, പുതിയ തലമുറക്ക് ആണും പെണ്ണും തമ്മിൽ അതിർവരമ്പുകൾ എവിടെയാണ്? ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ തമ്മിലുള്ള അതിർത്തി എവിടെയാണ്? ഇതൊന്നും ഇപ്പോൾ പ്രശ്നമല്ല. എൻ്റെ കാക്കാൻ്റെ മോളല്ലേ, എൻ്റെ താത്താൻ്റെ മകളല്ലേ എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുക. ആണിനും പെണ്ണിനും ഇസ്ലാം നിശ്ചയിച്ചൊരു അതിർത്തികളുണ്ട്. ഇപ്പം ഈ വെക്കേഷൻ കാലത്ത് നമ്മളെ കുടുംബങ്ങളെ കണ്ണി ചേർക്കുന്നതോടൊപ്പം ബന്ധങ്ങളുടെ മനോഹാരിത എന്താണെന്നും ബന്ധങ്ങൾ എവിടം വരെയാണ് നമുക്ക് അനുവദനീയമെന്നും പഠിപ്പിക്കാനും മക്കൾക്ക് അവരുടെ ഈ മാത്സര്യ ലോകത്ത് ജീവിതത്തിന് എന്താണ് വേണ്ടത് എന്ന് പഠിപ്പിക്കാനുമുള്ളൊരവസരം കൂടിയാണ് സത്യത്തിൽ ഇപ്പോൾ. നമ്മുടെ മക്കൾക്ക് വളരെ ആശ്വാസകരമായി ആനന്ദകരമായി ദീൻ പഠിക്കാനുള്ള ക്യാമ്പുകളും അതിനു പറ്റിയിട്ടുള്ള ഒത്തുകൂടലുകളും മഹല്ല് കമ്മിറ്റികൾ നടത്തേണ്ടതുണ്ട്. കാരണം ഈ മക്കൾ ഒരുപാട് സ്ട്രെസ്സാണ് പഠിക്കാൻ. ഇനി അതിനേക്കാൾ സ്ട്രെസ്സായ ഒരു ക്യാമ്പിലേക്ക് കൊണ്ടാക്കിയിട്ട് കാര്യമില്ല. അവർക്ക് മതത്തോട് പ്രതിപത്തി ഉണ്ടാക്കുന്ന, ജീവിതത്തിലെ അവരിലേക്ക് നൽകുന്ന ഒരു ചാർജിങ് ആയിട്ട് ആ മതപഠന ക്ലാസ്സുകളൊക്കെ മാറേണ്ടതുണ്ട്. കാരണം കൂട്ടുകെട്ടുകളാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ടാണ് യാ വൈലത്താ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലൻ, ഞാൻ ഇന്ന ആളെ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലെങ്കിൽ അത് സ്വീകരിച്ചത് കൊണ്ടാണ് ഈ ദുര്യോഗം എനിക്ക് വന്നത്, അല്ലെങ്കിൽ എനിക്ക് ഈ ഗതികേട് വരില്ലായിരുന്നു എന്ന് പരിഭവിക്കുന്ന രംഗം പറയുന്നുണ്ടല്ലോ. ലഖദ് അളല്ലനി അനി ദിക്രി ബാദിദ് ജാഅനി, എനിക്ക് സത്യങ്ങളൊക്കെ വന്ന് കിട്ടിയതിന് ശേഷം ഈ അധർമ്മത്തിലേക്ക് വഴി നടത്തിയത്, എന്നെ വഴി തെറ്റിച്ച് കളഞ്ഞത്, ഈ ദിക്റിൽ നിന്ന് എന്നെ പിന്തിരിപ്പിച്ച് കളഞ്ഞത് ഇവനാണ് എന്ന് പഴി പറയുന്ന അവസ്ഥ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കൂട്ടുകെട്ടിലേക്കത് ചേരുമ്പോൾ നമ്മുടെ മക്കളൊക്കെ ഏതൊക്കെ അർത്ഥത്തിലാണ് അവരൊക്കെ ജീവിതത്തെ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു രക്ഷിതാക്കൾക്കും ഭാവനയിൽ പോലും കാണാൻ കഴിയാത്ത ഒരു കാലത്താണ് ഇപ്പോൾ നമ്മുടെ സമൂഹം ജീവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം പണ്ട് നമ്മളെ സ്കൂളുകളൊക്കെ തുടങ്ങുന്ന സമയത്ത് നല്ല പ്രാർത്ഥനാ ഗാനങ്ങളൊക്കെ കൊണ്ടാണ് സ്കൂളുകളൊക്കെ തുടങ്ങിയിരുന്നത്. ഇപ്പോൾ പ്രാർത്ഥനാ ഗാനങ്ങളൊക്കെ ചെല്ലുന്നത് തന്നെ ഒരു മടിയായി വരികയും അങ്ങനെ ഒരു മതത്തിൻ്റെ പിമ്പലം ആവശ്യമില്ല എന്ന് വാദിക്കുകയും ചെയ്യുന്നൊരു കാലത്തേക്ക് കൂടി നമ്മൾ നടന്നു നീങ്ങുന്നുണ്ട്. പണ്ട് നിങ്ങൾക്കറിയല്ലോ, ദൈവമേ കൈത്തൊഴാം കേൾക്കുമാറാകണേ എന്ന് പറഞ്ഞിട്ടാണ് ഒരു കലാലയം ആരംഭിക്കുക. ആ ആരംഭിക്കുന്ന സമയത്ത് അതിലുള്ള 2-3 വരികളുണ്ട്. എന്ത്? ദുഷ്ടസംസർഗം വരാതെയായിടണം, ഈ ജീവിതത്തിൽ ദുഷ്ടന്മാരുമായുള്ള കൂട്ടുകെട്ടുണ്ടായിത്തീരരുത്, പോരാ ശിഷ്ടരായുള്ളവർ തോഴരായി മാറണം. നല്ല ഗുണവിശേഷണമുള്ള ആളുകൾ, സ്വഭാവ മാഹാത്മ്യമുള്ള ആളുകളാണ് തോഴരായി മാറിയിടേണ്ടത്, കൂട്ടുകാരായി മാറേണ്ടത്. മാത്രമല്ല നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാവണം, നല്ല കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യവും അഭിരുചിയും സന്തോഷവും അങ്ങനെ ഉണ്ടാവണം. നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാവണം, നല്ല വാക്കുകൾ പറയാൻ കേൾക്കുമ്പോൾ ഇമ്പമുണ്ടാകുന്ന, ആളുകൾക്ക് സന്തോഷം ജനിക്കുന്ന വാക്കുകൾ പറയാൻ കഴിയണം. മാത്രമല്ല പിന്നെ പറയുന്ന കാര്യങ്ങൾ, സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാവണം. നല്ല വാക്കുകൾ പറയാനുള്ള ശക്തി ഉണ്ടായിത്തീരേണ്ടതുണ്ട്. കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാവണം. ഈ മത ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കാനുള്ള ശ്രദ്ധയും
ബഹുമാനമൊക്കെ ഉണ്ടായിത്തീരേണ്ടതുണ്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കലാലയം തുടങ്ങിയിരുന്നൊരു കാലത്ത് ഇന്ന് ആ കലാലയത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ പൊതുമുതൽ അടിച്ചു പൊളിച്ച് അവിടുത്തെ ഫാനും ലൈറ്റും ഒക്കെ നശിപ്പിച്ച് അങ്ങനെ 10-12 കൊല്ലം പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി ആ കലാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ എന്തൊരു മൂല്യമാണ് അവൻ അവിടുന്ന് നേടിയെടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. അത് അവിടം കൊണ്ട് മാത്രമല്ല, ഇപ്പോൾ ദമ്പതിമാരായി ജീവിക്കുന്ന ആളുകൾക്കിടയിൽ സ്നേഹദാരിദ്ര്യമുണ്ട്. സമ്പത്തിന് കുറവില്ല, വിദ്യാഭ്യാസത്തിന് കുറവില്ല, സൗകര്യങ്ങൾ എമ്പാടുമുള്ള വീടുകളുണ്ട്. പക്ഷെ ആ വീടുകളിൽ സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും ലഭ്യമാകുന്നില്ല. മനുഷ്യബന്ധങ്ങൾക്കിടയിൽ ഇത് കാണുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഒഴിഞ്ഞ മൂലയിൽ കുറേ ആളുകൾ സ്വസ്ഥമായി ഇരിക്കുന്നത് കാണാം. റോഡിൻ്റെ സൈഡുകൾ മുറിഞ്ഞു വീണ പോസ്റ്റ് ഉയർത്തി വെച്ച് അതിന്മേൽ ആളുകൾ ശ്രദ്ധയോടുകൂടി ഇരിക്കും. ഈ ഇരിക്കുന്നതൊക്കെ അവർ ഏതോ ലോകത്താണ് അവരിയ്ക്കുന്നത്. അവർ ഈ ലോകത്തൊന്നല്ല ഇരിക്കുന്നത്, അവരുടെ കയ്യിലുള്ള മൊബൈലുമായി ഏതോ ലോകത്ത് കറങ്ങാൻ. അപ്പം അവിടെ യഥാർത്ഥത്തിൽ നമ്മൾ കുട്ടികൾക്ക് ഒരു തിരിച്ചറിവിൻ്റെ സന്ദേശം കൊടുക്കേണ്ടതുണ്ട്. തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്, എവിടേക്കാണ് നമ്മളെ യാത്ര. ഞാൻ വന്നു, പക്ഷെ എവിടുന്നാന്ന് എനിക്കറിയില്ല. ഞാനിതിലൂടെ യാത്ര പോകുന്നുണ്ട്, പക്ഷെ എവിടേക്കാണ് ഈ പോക്കെന്നറിയുന്നില്ല എന്ന് ഈലിയ അബു മാലിയുടെ പഴയകാലത്തൊരു കവിതയുണ്ട്. ഏറെക്കുറെ ഇന്നത്തെ മനുഷ്യൻ്റെ ജീവിതം അങ്ങനെയായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മക്കൾക്ക് തിരിച്ചറിവുകൾ കൊടുക്കണം. എന്താ തിരിച്ചറിവുകൾ കൊടുക്കേണ്ടത്? നമ്മൾ ഈ ലോകത്ത് നമ്മൾ നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്, നമ്മുടെ നിയന്ത്രണത്തിൽ പെടാത്ത കാര്യങ്ങളുണ്ട്. നമ്മുടെ നിയന്ത്രണത്തിൽ പെടാത്ത കാര്യങ്ങളെയും കഴിയാവുന്നിടത്തോളം നിയന്ത്രിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതം ഹ്രസ്വമാണെങ്കിലും ആസ്വാദികരമായി തീരുന്നത്. ആഗ്രഹിച്ചതെല്ലാം നടപ്പാകുന്ന സംഗമഭൂമിയല്ല ഇവിടെയെന്നും ആവശ്യങ്ങൾ പരിഹരിച്ചു പോയാൽ തന്നെ ജീവിതം വളരെ സമ്പന്നമാണ് എന്നും അത്തരൊരവസ്ഥയിലേക്ക് മനുഷ്യൻ്റെ ജീവിതം മാറിപ്പോകണമെങ്കിൽ പടച്ച റബ്ബിങ്കലേക്ക് നമ്മൾ തിരിച്ച് ചെല്ലേണ്ടതുണ്ട് എന്നും അതിൻ്റെ വഴികളും അതിൻ്റെ സാധ്യതകളും അവരെ പഠിപ്പിച്ചു കൊടുക്കലാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഇപ്പോൾ ഉള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. കാരണം ഇനി അവർ വീണ്ടും ഈ പഠനത്തിൻ്റെ മത്സരത്തിൻ്റെ പരീക്ഷയുടെ ലോകത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ അവിടെ അനമിനൽ മുസ്ലിമീൻ എന്ന് പറയാൻ കഴിയുന്ന ഒരു പവിത്രത അവർക്കുണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ കുട്ടിയായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനോട് പറയുന്നൊരു വാക്കുണ്ട്. നമുക്ക് മാതൃക അവിടെയാണ്. ആ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന വാക്ക് യാ ഗുലാം ഇഹ്ഫളില്ലാഹ് യഹ്ഫളുക. ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങാൻ തക്ക രൂപത്തിൽ ഉപദേശം. യാ ഗുലാം, വളരെ ബഹുമാനത്തോടു കൂടി ഒരു മുതിർന്നവരാണെങ്കിൽ പോലും കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഏറെ സ്നേഹത്തോടെയുള്ള വാക്കാണ് ആ പറയുന്നത്. മോനെ ഇഹ്ഫളില്ലാഹ്, നീ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ടതുണ്ട് കേട്ടോ. അങ്ങനെ ജീവിച്ചാൽ നിനക്ക് എന്ത് കിട്ടും? യഹ്ഫളുക, അവൻ നിന്നെയും പ്രതിസന്ധി ഘട്ടങ്ങൾ കാത്തു സംരക്ഷിക്കും. അതൊരു കുട്ടിയുടെ മനസ്സിലാണ്ട് ഈമാൻ രൂപപ്പെട്ടു കഴിഞ്ഞാൽ ആരുണ്ടാവും? നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ. നമ്മൾ നോക്കണം നമ്മുടെ കാര്യമെന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസനായി മാറിക്കഴിഞ്ഞാൽ എൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ടാവും. റസൂലുള്ളാഹി കുഞ്ഞിന് കൊടുക്കുന്ന ഉപദേശ, നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ, എങ്കിൽ അള്ളാഹ് നിന്നെ കൈവിടാതെ പ്രതിസന്ധികൾ നിന്നെ ചേർത്ത് പിടിക്കും. അതാ ഇഹ്ഫളില്ലാഹ് യഹ്ഫളുക. എന്നിട്ട് രണ്ടാമത് പറഞ്ഞു ഇന്നി ഉഅല്ലിമുക, മോനെ ഞാൻ നിന്നൊരു കലിമ, ഒരു വാക്ക് പഠിപ്പിക്കാം, ചില വാക്കുകൾ ഞാൻ നിന്നെ പഠിപ്പിക്കാം. അത് നീ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഹൃദിസ്ഥമാക്കിയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ
തജിദുഹു തുജാഹക്, അല്ല നിന്റെ നേരെ നിന്റെ ലക്ഷ്യം വെച്ച് അല്ലെങ്കിൽ നീ വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് അല്ല നിന്നെ എത്തിക്കുന്നത് നിനക്ക് കാണാം. നിന്റെ നേരെ അല്ല വരുന്നത് കാണാന്ന് പറഞ്ഞെന്താ? അവൻ പ്രാർത്ഥിക്കുന്നത്, അവൻ ആവശ്യപ്പെടുന്നത്, അവൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എല്ലാം പടച്ച റബ്ബ് നിർവഹിച്ച് പൂർത്തീകരിച്ച് ആഗ്രഹങ്ങൾ സഫലീകരിച്ച് കൊടുക്കുന്ന അവസ്ഥ വരും. അതിനെന്താ വേണ്ടത്? വൈദാ സഅൽത ഫസ്അലില്ലാ, നീ വല്ലതും ചോദിക്കണേ അള്ളാനോട് ചോദിക്കുക. അള്ളാനോട് ചോദിക്കണമെങ്കിൽ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ പറയല്ലോ ഓൻ്റെ അടുത്തേക്ക് പിരിവിന് ഓനെ കൂട്ടി പോകുക നല്ലതെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഓനും അയാൾ നമ്മളുടെ ബന്ധം കൊണ്ട് അയാൾ ചോദിച്ചാൽ അവൻ തട്ടിക്കളയില്ല. അവരെ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ചാൽ അവിടെ നിങ്ങൾക്ക് സീറ്റ് കിട്ടും എന്ന് പറയുന്നതാ, ആ സ്ഥാപനവുമായി അയാൾക്ക് നല്ല ബന്ധമുണ്ട്, അതുകൊണ്ട് അയാൾ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സീറ്റ് കിട്ടും, അങ്ങനെയാണല്ലോ പറയാ. റസൂലുള്ള പറഞ്ഞു, നീ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹ് നിനക്ക് ഉത്തരം തരും. അങ്ങനെ ചോദിക്കാൻ പറ്റിയ ഒരു ബന്ധം അള്ളാഹുമായിട്ട് നീ ഉണ്ടാക്കണം. അള്ളാഹുമായി നല്ല ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ നീ ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് നിന്നെ വെറുതെ മടക്കി വിടാൻ അള്ളാഹ്ക്ക് നാണമായിരിക്കും, അള്ളാഹ് ലജ്ജിക്കും അള്ളാഹു. അതുകൊണ്ടാണ് അങ്ങനെ സൂചിപ്പിച്ചത്. പിന്നെ പറഞ്ഞു ജീവിതത്തിൽ നീ അള്ളാഹുവിനോടാണ് സഹായം തേടേണ്ടത്. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുകയും നമ്മൾ പ്രവർത്തിക്കാനുള്ളത് പ്രവർത്തിക്കുകയും ചെയ്തിട്ട് ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ അള്ളാഹുവിനെ ആശ്രയിച്ചും അവൻ നമുക്ക് അഭയമരുളുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും അവനിൽ ജീവിതം സമർപ്പിച്ചുകൊണ്ട് വേണം മോനെ നീ ജീവിതത്തെ സെറ്റ് ചെയ്യാൻ. എന്നിട്ട് പിന്നെ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാ, വഇലം അന്നൽ ഉമ്മ ലബിജ്തമാഅത് അലാ യൻഫഊക ബിശൈഇൻ, ഈ നാട്ടുകാർ ഒന്നടങ്കം നിനക്കൊരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ലം യൻഫഊക ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്, അല്ലാഹ് അനക്ക് കണക്കാക്കിയിട്ടില്ലെങ്കിൽ അവർക്കൊരു ഉപകാരം എനിക്ക് ചെയ്യാൻ കഴിയില്ല. അല്ലാഹ് നിനക്കത് വരണമെന്ന് ആഗ്രഹിച്ചെങ്കിലേ ഇവരെത്ര ലക്ഷ്യം വെച്ചാലും നിനക്കൊരു ഉപകാരം ചെയ്യാൻ കഴിയൂ. അതുപോലെ തന്നെ പറഞ്ഞു എന്ത്, അവരെല്ലാവരും കൂടി നിന്നെ ദുരിതത്തിലാക്കാൻ തീരുമാനിച്ചാൽ, ഒരു ബുദ്ധിമുട്ടാക്കാൻ തീരുമാനിച്ചാൽ ലം യളുറൂക, അവർക്ക് നിന്നെ ബുദ്ധിമുട്ടാക്കാനും കഴിയില്ല. എങ്ങനെയല്ലാതെ? അല്ലാഹ് അത് നിനക്ക് നിശ്ചയിച്ചിട്ടല്ലെങ്കിൽ അല്ലാതെ. ഇപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കുരുന്ന് മനസ്സിലെ അല്ലാഹ് കണക്കാക്കിയതേ എനിക്ക് വരൂ, അള്ളാഹു അറിഞ്ഞുകൊണ്ടേ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കൂ, എൻ്റെ നാഥൻ അറിയാതെ എനിക്കിത് സംഭവിക്കൂല എന്നൊരു ഈമാൻ വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ പരാജയപ്പെട്ടു കുഴങ്ങി ഞാൻ ആകെ ക്ഷീണിച്ചു, ഇനി എന്തു ചെയ്യുമെന്നുള്ള അസ്വസ്ഥതയോ ആശങ്കയോ അവൻ അകറ്റുകയില്ല. അങ്ങനെ ജീവിതത്തിൽ മുന്നേറാനുള്ള കരുത്തും കാതലുമായി അവൻ്റെ വിശ്വാസം മാറുകയും ജീവിതത്തിൽ ഈ വിശ്വാസത്തിൻ്റെ മധുരിമയിൽ മുന്നോട്ട് പോകാൻ അവനെ പ്രാപ്തനാക്കുകയും ചെയ്യും. അത്തരത്തിൽ വിശ്വാസി സമൂഹത്തിൻ്റെ പ്രതീകമായി അവർക്ക് പ്രത്യാശ നൽകുന്ന വിശ്വാസികളായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവാൻ അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ.